Hello, ഞാൻ ഡോക്ടർ ഗ്രീഷ്മ, ആയുർവേദ ഫിസിഷ്യൻ ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ്, സാറ ഹെൽത്ത്. ഇന്ന് സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് PCOD അഥവാ PCOS. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്നാൽ അണ്ഡാശയത്തിൽ ചെറിയ കുമിളകൾ പോലെ വരുന്നതാണ്. ഒരു കൂട്ടം രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു അസുഖമാണ് PCOD. അതിലെ ഒരു ലക്ഷണം മാത്രമാണ് അണ്ഡാശയത്തിൽ കാണുന്ന ഈ കുമിളകൾ. ഇതിന് പ്രധാനമായും 3 ലക്ഷണങ്ങളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് ആർത്തവ ക്രമക്കേടുകൾ, ഹോർമോൺസിന്റെ അസന്തുലിതാവസ്ഥ, മൂന്നാമതായിട്ട് അണ്ഡാശയത്തിൽ കാണുന്ന കുമിളകൾ. ഓരോ ലക്ഷണങ്ങളും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് ആർത്തവ ക്രമക്കേടുകൾ. സാധാരണയായിട്ട് ഒരു സ്ത്രീക്ക് 28 ദിവസം കൂടുമ്പോഴാണ് മാസമുറ വരുന്നത്. ഇത് 5 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കും. ഇതിന് വിഭിന്നമായിട്ട് 35 ദിവസത്തിൽ കൂടുതൽ മാസമുറ വരാൻ എടുക്കുക, അല്ലെങ്കിൽ ചെറിയ തോതിൽ കറ പോലെ മാത്രമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള അമിതമായിട്ടുള്ള രക്തസ്രാവം, അത് ചിലപ്പോൾ 7 ദിവസത്തിൽ കൂടുതലായിട്ടും ഉണ്ടാവും. ഇതൊക്കെയാണ് ആർത്തവ ക്രമക്കേടുകളിൽ വരുന്നത്. ഇനി ഹോർമോൺസിന്റെ അസന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ പുരുഷ ഹോർമോണിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുക. അമിതമായിട്ടുള്ള രോമ വളർച്ച, പ്രത്യേകിച്ച് കീഴ്ത്താടി, മേൽചുണ്ട്, സ്തനങ്ങൾക്ക് ചുറ്റും, തുടയെടുക്ക്, ഇവിടെയൊക്കെയുള്ള അമിതമായിട്ടുള്ള കട്ടിയുള്ള രോമ വളർച്ച. ഇനി എണ്ണമയമുള്ള സ്കിന്ന്, മുഖക്കുരു, പുരുഷന്മാരുടേത് പോലെയുള്ള മുടി കൊഴിച്ചില്, പ്രത്യേകിച്ച് നെറ്റിയുടെ സൈഡൊക്കെ കയറി പോകുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഹോർമോണിന്റെ അപാകതയും ഇതിനൊരു കാരണമാണ്. അത് കാരണമായിട്ട് അമിതവണ്ണം, കഴുത്തിന്റെ പുറകിലും മടക്കുകളിലൊക്കെ ആയിട്ട് കട്ടിയുള്ള കറുത്ത നിറത്തിലുള്ള ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അടുത്തതായിട്ട് അണ്ഡാശയത്തിലെ കുമിളകളാണ്. ഓവറിയിൽ അണ്ഡമായിട്ട് മാറേണ്ട ഫോളിക്കിൾസ് അങ്ങനെ ആവാതെ ചെറിയ കുമിളകൾ പോലെ രൂപപ്പെടുന്നതാണ്. ഇതൊരു സ്കാനിലാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു പരിധിവരെ ആഹാര നിയന്ത്രണവും എക്സസൈസും കൊണ്ട് മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമാണ് PCOD. ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായിട്ട് കഴിക്കാം. നട്ട്സ്, പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, അതുപോലെ തന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. മത്സ്യവും ഇറച്ചിയും ഒക്കെ വറുത്ത് കഴിക്കാതെ കറി വെച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. അരിയാഹാരം കഴിക്കാം, പക്ഷെ അളവ് കുറച്ച് തവിടോടുകൂടി അരി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കാം. മൈദ, വൈറ്റ് ബ്രെഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജങ്ക് ഫുഡ്, പഞ്ചസാര, ബേക്കറി, കേക്ക്, ചോക്ലേറ്റ്, ഐസ്ക്രീം, ഇതൊക്കെ ഒഴിവാക്കാം. ദിവസവും വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ നന്നായിട്ട് വിയർക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടാം. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള BMI മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രദ്ധിക്കാം. ഇങ്ങനെ ജീവിതശൈലിയിലും ഭക്ഷണത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്ന് PCOD തീർച്ചയായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്.